നമസ്കാരം, ഋഷിപ്രപ്നം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇപ്പോൾ നാം അവതരിപ്പിക്കുന്നത് മേടസംക്രമവും അതിന്റെ ഫലങ്ങളുമാണ്. മേടസംക്രമ ഫലവും സംക്രമ ഫലത്തിൽ വരുന്നത് സൂര്യസംക്രമത്തിന്റെ ഫലവും അതേപോലെ തന്നെ ദേവതാ ഉദയത്തിന്റെ ഫലവും പ്രത്യേകമാണ്. മറ്റ് നക്ഷത്ര ഫലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഫലപ്രവചന രീതിയാണ് ഇത്. ആ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് ഈ വീഡിയോയെ സമീപിക്കുക. 27 നക്ഷത്രങ്ങളുടെയും പ്രത്യേകം അത്തരത്തിൽ സംക്രമ ഫലവും നക്ഷത്ര ഫലങ്ങളും പറയുന്നുണ്ട്. ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി പ്രകാരമുള്ള നക്ഷത്ര ഫലങ്ങളും പ്രത്യേകമായിട്ട് ഈ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു വീഡിയോ ആണ്, നിങ്ങൾക്ക് ഏവർക്കും പ്രയോജനപ്പെടും എന്ന് വിശ്വസിക്കുന്നു. ദേവതാ ഫലവും സംക്രമ ഫലവും നക്ഷത്ര ഫലവും ഒക്കെ പരസ്പരം വ്യത്യസ്തങ്ങളായിരിക്കാം. എല്ലാത്തിലും നല്ലത് വരികയാണെങ്കിൽ അത് ആ നക്ഷത്രക്കാർക്ക് ഏറ്റവും ഗുണപ്രദവും, മധ്യമമാണ് എങ്കിൽ അതിനനുസരിച്ചും, ദോഷമാണെങ്കിൽ അതിനനുസരിച്ചുള്ള പരിഹാര കർമ്മങ്ങളും ചെയ്ത് വരുന്ന ഒരു വർഷക്കാലം മുന്നോട്ട് പോവുക. അതായത് മേടമാസത്തിലെ സംക്രമവും അതിനുശേഷം അടുത്ത മേടം വരെയുള്ള സംക്രമത്തിന് തൊട്ടു മുമ്പുള്ള ദിവസം വരെയുള്ള ഒരു വർഷക്കാലത്തെ ഫലമാണ് പറയുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. കൊല്ലവർഷം 1201 ആണ്ട് മേടമാസം 1 തീയതി വിഷു മുതൽ കൊല്ലവർഷം 1202 ആണ്ട് മീനമാസം അവസാനം വരെയുള്ള ഒരു വർഷത്തെ വിഷു സംക്രമ ഫലവും ദേവതാ ഫലവും നക്ഷത്ര ഫലവുമാണ് ഈ വീഡിയോയിലൂടെ പ്രതിപാദിക്കുന്നത്. അതായത് 2026 വിഷു മുതൽ അടുത്ത വിഷുവിന് തൊട്ടു മുമ്പുള്ള ദിവസം വരെയുള്ള ഒരു വർഷക്കാലത്തെ സമ്പൂർണ്ണ ഫലം. ഇപ്പോൾ നമുക്ക് ചതയം നക്ഷത്രക്കാരുടെ ഒരു വർഷക്കാലത്തെ വിഷു സംക്രമ ഫലത്തെ പരിശോധിക്കാം. ഇനി ചതയ നക്ഷത്രക്കാരുടെ വിഷുഫലത്തെ പരിശോധിക്കാം. ചതയ നക്ഷത്രക്കാർക്ക് ആദിശൂലമാണ്. അതുകൊണ്ട് തന്നെ ധനനഷ്ടം, രോഗാപത്തുകൾ, അനാവശ്യ ചെലവുകൾ ഇവയൊക്കെയാണ് ഫലം. ചതയ നക്ഷത്രക്കാർക്ക് ബ്രഹ്മാവാണ് ദേവത. അതുകൊണ്ട് തന്നെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളെ ലഭിക്കും. ഇപ്പോൾ നമുക്ക് ചതയ നക്ഷത്രത്തിൽ ജനിക്കുന്നവരുടെ ഈ പുതുവർഷത്തിലെ സമ്പൂർണ്ണ വിഷുഫലത്തെ നോക്കാം. ചതയ നക്ഷത്രത്തിൽ ജനിക്കുന്നവർ മുഖം നോക്കാതെ സംസാരിക്കുന്നവരും ശത്രുക്കളെ ജയിക്കുന്നവരും അന്ധവിശ്വാസമില്ലാത്തവരും നിസ്സാര കാര്യങ്ങൾക്ക് പിണങ്ങുന്നവരുമാണ്. എന്നാൽ നല്ല ഗുണങ്ങളുള്ളവരും പിശുക്ക് അധികരിച്ചും ഉള്ളവരാണ്. ഈ നക്ഷത്രത്തിൽ ജനിക്കുന്ന സ്ത്രീകൾ ഇന്ദ്രിയ മനസ്സുകളെ നിയന്ത്രിച്ച് സ്വജനങ്ങളിൽ പൂജയും ദേവാരാധനയിലും സജ്ജന പൂജയിലും താല്പര്യവും ഉള്ളവരായിരിക്കും. വിദ്യാഭ്യാസവും ധനവും സമൂഹത്തിൽ പ്രാമുഖ്യവും ഉള്ളവരാണ്. ഉത്തമ കുലജാതരായിട്ടും ഭവിക്കുന്നതാണ്. ഈ നക്ഷത്രക്കാർക്ക് വ്യാഴം 5ഉം 6ഉം ഭാവങ്ങളിലും ശനി 2ാം ഭാവത്തിലും രാഹു 1ാം ഭാവത്തിലും ചാരവശാൽ സഞ്ചരിക്കുന്ന കാലമാണ്. അതുകൊണ്ട് തന്നെ രോഗശമനവും സ്ഥിരോത്സാഹവും ഗുണാനുഭവങ്ങളും ലാഭകരമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടുകയും അപ്രതീക്ഷിതമായി പൂർവിക സ്വത്തുക്കൾ വന്നു ചേരുകയും ചെയ്യുന്നതാണ്. നിയമപരമായിട്ടുള്ള വ്യവഹാരങ്ങൾ വേണ്ട രീതിയിൽ ശ്രദ്ധിച്ച് ചെയ്തില്ല എങ്കിൽ ദോഷവും ഉണ്ടാകാം. സന്താനഭാഗ്യവും സ്ഥാനമാറ്റങ്ങളും ഉണ്ടാകാം. 9 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് നേരിയ ബാലാരിഷ്ടതയും അതിൽ നിന്ന് മുക്തിയും സുഖവും ഉണ്ടാകുന്നതാണ്. 9 വയസ്സ് മുതൽ 25 വയസ്സുവരെയുള്ളവർക്ക് ഐശ്വര്യങ്ങളും ഉന്നത പഠനത്തിനുള്ള സാഹചര്യങ്ങളുമുണ്ട്. വിവാഹ ഐശ്വര്യങ്ങളും ഉദ്യോഗ അഭിവൃദ്ധിയും ഉണ്ടാകുന്നതാണ്. 25 വയസ്സ് മുതൽ 44 വയസ്സ് വരെയുള്ള ചതയ നക്ഷത്രക്കാർക്ക് ഈ വർഷം ഉദ്യോഗത്തിലും സമൂഹത്തിലും ഉയർച്ചയും ബുദ്ധിപൂർവ്വം പ്രവർത്തിച്ച് നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകുന്നതാണ്. 44 വയസ്സ് മുതൽ 61 വയസ്സ് വരെയുള്ളവരെ സംബന്ധിച്ച് ഈ വർഷം പ്രമോഷനും ധനം, ഐശ്വര്യം, ഭാഗ്യം എന്നിവ ഉണ്ടാകുന്നതുമാണ്. 61 വയസ്സിന് മുകളിൽ 68 വയസ്സ് വരെയുള്ളവർക്ക് ഈ വർഷം അഗ്നി, വൈദ്യുതി മുതലായവയിൽ നിന്ന് ദോഷങ്ങളും ക്രൂരമായിട്ടുള്ള കൃത്യങ്ങൾ കൊണ്ട് ദോഷങ്ങളും ഉണ്ടാകുന്നതാണ്. 68 വയസ്സ് മുതൽ സമാധാനവും സുഖവും ധനവും അനുഭവങ്ങളും ഉണ്ടായി സുഖസമൃദ്ധി ഉണ്ടാകുന്നതാണ്. ചതയ നക്ഷത്രക്കാർക്ക് വ്യാഴം 5ലും 6ലുമായിട്ട് സഞ്ചരിക്കുന്ന സമയമാണ്. 7 ശനി അവസാന 2.5 വർഷക്കാലത്തിലേക്ക് കടന്നിരിക്കുകയാണ്. രാഹു ജന്മരാശിയിലാണ്. രാഹു ഇപ്പോൾ ചതയ നക്ഷത്രത്തിലാണ്. പിന്നീട് മാറ്റങ്ങളും ഉണ്ടാകുന്നതാണ്. ഗുണാനുഭവങ്ങളും ഒപ്പം പ്രതിസന്ധികളും ഉണ്ടാകാം. വർഷഫലത്തെ ഏറെക്കുറെ നമുക്കൊന്ന് നോക്കാം. പുതു സംരംഭങ്ങൾ തുടങ്ങാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. പക്ഷെ ഓരോ ചുവടുപ്പിലും കരുതൽ ഉണ്ടാകേണ്ടതാണ്. കൃത്യനിഷ്ഠ കുറയാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഉദ്യോഗസ്ഥർക്ക് തൊഴിലിടങ്ങളിൽ സ്വാധീനം വർദ്ധിക്കുന്നതാണ്. സംഘടനകളിൽ തങ്ങളുടെ വാക്കുകൾ വിലമതിക്കപ്പെട്ടേക്കാം. പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് ഇൻക്രിമെന്റ് ലഭിക്കുന്നതാണ്. ഉപരിപഠനം ആശിച്ച വിധത്തിൽ പൂർത്തിയാക്കുന്നതിന് സാഹചര്യമുണ്ടാകും. വലിയ തീർത്ഥയാത്രകളുടെ ഭാഗമാകുന്നതാണ്. മാതാപിതാക്കളെയും കുടുംബത്തെയും ഒക്കെ ജോലിസ്ഥലത്തേക്ക് കൊണ്ടുപോയി ഒപ്പം താമസിക്കാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകുന്നതാണ്. പ്രണയ സാഫല്യം ഉണ്ടാകുന്നതാണ്.
സന്താനപ്രാപ്തി മുതലായ ആഗ്രഹങ്ങൾ സാധിക്കുന്നതാണ്. തുടങ്ങിയ വീടുപണി ചിലപ്പോഴൊക്കെ നീണ്ടുപോയേക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നക്ഷത്ര വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.